LDF-ന്റെ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ പ്രസ് മീറ്റിൽ LDF-ലെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെയാണ് ജാഥയിലെ അംഗങ്ങളും. ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും മുദ്രാവാക്യങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം നല്ല ജനകീയ പിന്തുണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. LDF-നെയാണ് കേരളം പ്രതീക്ഷയോടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരള ജീവിതത്തിൽ അനിഷേധ്യമായിട്ടുള്ള വളർച്ചയുണ്ടാക്കിയ വികസന പാതയിൽ കേരളത്തെ ബഹുദൂരം നയിച്ച ഇപ്പോൾ 10 കൊല്ലം പൂർത്തിയാക്കുന്ന LDF ഭരണത്തിന്റെ തുടർച്ച വേണമെന്ന് ജനങ്ങൾ പൊതുവിൽ ചിന്തിക്കുന്നുണ്ട്. ആ ജനകീയ നിശ്ചയത്തിന്റെയും അഭിലാഷത്തിന്റെയും പ്രതിഫലനങ്ങളൊക്കെയാണ് എല്ലാ തലങ്ങളിലും എല്ലാ സമയത്തും പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജാഥയെ കാണാനും കേൾക്കാനും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ജാഥ അനുഭവം. ഈ ജാഥയുടെ ശക്തി ജനങ്ങളാണ്. അവരുടെ സ്നേഹമാണ്, അവരുടെ പിന്തുണയാണ്, താല്പര്യമാണ്. ഈ ജാഥയുടെ പുറകിൽ കനകൂലുമാരില്ല. ഈ ജാഥയുടെ പുറകിൽ വലിയ വലിയ പ്രചാരണ വിദഗ്ധന്മാരുമില്ല. പെയ്ഡായിട്ടുള്ള ഏജൻസികൾ ഇന്ന് എല്ലാ രംഗത്തും ആവശ്യം പോലെയുണ്ട്. ഏത് പട്ടിയെ ആടാക്കാനും നുണയെ സത്യമാക്കി മാറ്റാനും ഏതാനും ദിവസങ്ങൾ ആ സോപ്പ് കുമളയെ ഒക്കിക്കാണിക്കാനും പോകുന്ന PR തന്ത്രങ്ങളും വിദഗ്ധന്മാരും ഒത്തിരിയുണ്ട്. LDF-ന്റെ ഭാഗത്ത് അത്തരം ആരെയും ആശ്രയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ആശ്രയിക്കേണ്ടത് ജനങ്ങളെ തന്നെയാണ്. ആ ജനങ്ങളുടെ സർവേ, അവരുടെ പഠനങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അതെല്ലാം സംശീകരിച്ചുകൊണ്ടാണ് LDF എന്നും മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇന്നും നാളെയും അതായിരിക്കും വഴി. ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മറ്റൊരു പ്രചരണ ജാഥകളും ഞങ്ങളെ ബാധിക്കുന്നില്ല, ജനങ്ങളെയും ബാധിക്കുന്നില്ല. ജീവിതങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവും പറയാതെ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് കേരളത്തിലിപ്പോൾ UDF-ഉം BJP-യും സംഘടിതമായി ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചാൽ കാണാം, UDF BJP പ്രചാരവേലയുടെ മുന മുഴുവനും LDF വിരുദ്ധമാണ്. LDF-ന്റെ രാഷ്ട്രീയത്തെ മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെയും തമസ്കരിക്കാനും കണ്ണടച്ചിരുട്ടാക്കാനുമാണ് ശ്രമിക്കുന്നവർ. അവർക്ക് പല താല്പര്യങ്ങളെയും ഇരുട്ടുകളെയും നുണകളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ഈ മാർഗം തേടുന്നത്. ഞങ്ങളുടെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു ജനകീയ വിഷയം ഉന്നയിക്കട്ടെ. ആദ്യം അത് നെല്ലിന്റെ പ്രോത്സാഹന ബോണസാണ്. ശ്രദ്ധിച്ചു കാണും എല്ലാവരും. കേരളത്തിന് നെൽകൃഷി വേണം, കൃഷിയും വേണം, ഭക്ഷ്യസുരക്ഷ വേണം. എന്തെല്ലാം പ്രയാസമുണ്ടായിട്ടും കേരള ഗവൺമെന്റ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നെൽകൃഷി വർദ്ധിക്കുന്നുണ്ട് പഴയതിനേക്കാളും. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അടിയന്തര പ്രശ്നം കർഷകരെ ആ രംഗത്ത് ഉറപ്പിച്ചു നിർത്തുകയാണ്. ആശ്രയിക്കാവുന്ന ഒരു ജീവിതോപാധിയായിട്ട് കൃഷിയെ മാറ്റുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് താങ്ങുവിലയ്ക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റ് കൃഷിക്കാർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രോത്സാഹന ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ബോണസാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കത്തെഴുതിയിരിക്കുന്നത്. ആ കത്തിൽ ഒളിച്ചു വെക്കപ്പെട്ട താല്പര്യം പലതുമുണ്ട്. അതിന്റെ പിറകില് അടിയന്തര പ്രാധാന്യമുള്ള ആപത്തെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യ ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരം എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അമേരിക്കയ്ക്ക് വേണ്ടി ഇറക്കുമതി വേണ്ടി വരും. ഭക്ഷ്യധാന്യങ്ങളും മറ്റ് വസ്തുക്കളും അടക്കമല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് അടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും
50,000 കോടി രൂപയുടെ 1,00,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലേക്ക് വരേണ്ടതെന്ന് അവർ തന്നെ പറയുന്നു. നമുക്കാർക്കും അറിയില്ല. ആ കരാറിനെ പറ്റി പാർലമെന്റോ ജനങ്ങളോ അറിയുന്നില്ല. ആദ്യം അറിയിച്ചത് ഒരു ട്വീറ്റാണ്. എക്സിലെ ട്രംപിന്റെ ഒരു ട്വീറ്റാണ് ആദ്യമായിട്ട് ലോകത്തോട് ഇക്കാര്യം പറഞ്ഞത്.